നല്ല രസമായിട്ടുണ്ട്. മാമയല്ല മാമു. ബ്ലൂ ഫാൻ പ്രിങ്ങുനെ അറിയില്ല. അന്ന് ശരിക്കും ഗോൾഡ് വരും വെള്ളിയാഴ്ച. ഇനി നാളെ ഈ ഭാഗം കൂടി നല്ല ചുമന്നറാവും. നല്ല ഡ്രസ്സുണ്ട് മഞ്ഞ കോഴി കുഞ്ഞുങ്ങൾ എന്നെ പണ്ട് ചെറുപ്പത്തില് ഇതാക്കൂലേ. ഗുഡ് മോർണിംഗ്. That's a good smile, Awadya. Smile. That's a good one. ഇപ്പോൾ വിളിക്കട്ടെ, ഇറാനെ പോയി വിളിക്കും. Yeah. Okay. Thank you. How are you? Very good morning. കണ്ണു മുഴിക്കാൻ വയ്യ കുട്ടിക്ക്. വിളിക്കണില്ലയോ? വരുന്നു കേട്ടോ, കണ്ട വരുന്നു. ഇവളെ ആദ്യം എനിറ്റാല് അവളെ ആദ്യം എനിറ്റാല് എല്ലാവരും വിളിച്ച് കളിപ്പിക്കുക. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള പിള്ളേരാ. ഏടമ്മ വിളിച്ച വിളിക്കുന്നുണ്ട്. ഏടാ ഏടമ്മ ഏടാ. what a good mama mama ഏടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് ഗേൾ ഏടമ്മ. ഡമ്മി എവിടെ പോയി? ഡമ്മി എവിടെ? വേർ ഇസ് ഡമ്മി? വേർ ഇസ് ഡമ്മി? ഓ ഡമ്മി നോക്കുക എവിടേക്ക് പോയി? രാത്രി ഇത് ഇല്ലാണ്ട് ഉറങ്ങിയപ്പോ എവിടെ പോയാ? കാര്യമായിട്ട് തരയുന്നിട്ടാ. എവിടെ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ ഡമ്മി എവിടെ? വേർ ഇസ് ഡമ്മി ഗോൺ? വേർ ഇസ് ഡമ്മി? ദേ വി ഗോ. ദേ Good morning. No, that's enough. Okay, come on, get ready. Chechi, get ready. Please. Esme baby, where are you? Here I am. How do you do? Dun dun dun, Eda baby, how do you do? Mudigettal. There we go. Okay, there we go, honey. You are one. നമുക്കിന്ന് രാവിലെ തന്നെ ചെറിയൊരു സ്റ്റഡി ക്ലാസ് ഉണ്ട് കേട്ടോ. എന്തിട്ടെന്നറിയോ? താങ്ക് യു ഫോർ ആക്ച്വലി എന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു തന്നതിന്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തു. അതായത് ഈ മുടി ഇങ്ങനെ മുകളിലേക്ക് കെട്ടണ സമയത്ത് മുടി നെറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടണ സമയത്തൊന്നും നിങ്ങൾക്ക് നെറ്റി ഉണ്ടാവില്ല. അപ്പോൾ കുറേ പേര് അത് അല്ല ചേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് മുടി ഇവിടെ കൊഴിഞ്ഞു പോകുന്ന മുടി അസുഖം, അതായത് ട്രാക്ഷൻ അലോപേഷ്യ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്തതാണ്. എനിവേ ഞാനത് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ചെക്ക് ചെയ്തു. നമുക്കിനി ഇവിടുത്തെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് നമ്മളിവിടെ ഉദ്ദേശിച്ച കാര്യം അതാണോ നമുക്ക് നോക്കാം. എനിവേ ട്രാക്ഷൻ അലോപേഷ്യ ഞാൻ ആദ്യമായിട്ടാണ് നോക്കണേ. ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ടെർമിനോളജി ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മളിങ്ങനെ മുടി കെട്ടണോണ്ട് ശരിക്കും ട്രാക്ഷൻ അലോപേഷ്യ ഉണ്ടാവുമോ? ഉണ്ടാവാം, വെരി വെരി ലെസ് ലൈക്ക്ലി. അങ്ങനെയാണ് മനസ്സിലായി. ശരിക്കും ട്രാക്ഷൻ അലോപേഷ്യ ഇസ് നോട്ട് റെഫർ ടു ഇങ്ങനൊരു മുടി കെട്ടണം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെറുപ്പത്തിൽ മുടി കെട്ടിയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് പിന്നിൽ കെട്ടുമായിരുന്നു. ഇവർക്ക് ആർക്കും മുടി ഉണ്ടാവാൻ പാടില്ല. ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ മുടി ഇങ്ങനെ ബ്രെയ്ഡായിട്ട് കെട്ടിവെക്കുന്ന, ഭയങ്കര ടൈറ്റായിട്ട് കെട്ടുന്ന ഒരു സംഗതി ഉണ്ട്. അതാണ് അങ്ങനെ കെട്ടുന്നത് കൊണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഒരു 4 വർഷം മുന്നേ ഇവിടുന്ന് അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ കസിൻ്റെ വിവാഹത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, കസിൻ വിവാഹം കഴിച്ച് സെനലൂഷയിലുള്ള ഒരു കരീബിയൻ ഐലൻഡിലെ ഒരു കുട്ടി തന്നെയാണ്. അവർ എപ്പോഴും ഈ മുടി മേക്കപ്പ് ചെയ്യണ ഹെയർ സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഇവർക്ക് മുടി ഭയങ്കര കുറവാണ്. മുടിക്ക് ആക്ച്വലി അവർക്ക് ഒരുപാട് മുടി ഉണ്ടെന്ന്. മുടി അവർക്ക് കുറവും ഇങ്ങനെ ഒരു ബണ്ണ് പോലെ നിൽക്കണ മുടിയാണ്. അപ്പോൾ ഇവർ ഒരുപാട് മുടിക്ക് വേണ്ടിയിട്ട് എന്ത് ചോദിച്ചാൽ ഈ മുടിയുടെ മുകളിൽ വലിച്ച് കെട്ടിക്കൊണ്ട് ഈ വേറെ മുടി വെച്ച് കെട്ടിപ്പിടിപ്പിക്കും. അതിന് അവർ എന്തൊക്കെ ഒരു പേര് പറയും, ബ്രൈഡിങ് എന്നൊക്കെയാണെന്ന് തോന്നുന്നു. അതെന്ന് പറഞ്ഞാൽ അസാമാന്യ ടൈറ്റിലാണ് ഈ മുടി കെട്ടുക. അതായത് ഒരു മുടി വേദന എടുത്തിട്ട് പറഞ്ഞു പോണതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജ് വരെ, അതായത് ലിറ്ററലി യു ആർ പുള്ളിങ് ദ ഹെയർ ഓഫ്. അങ്ങനെ മുടി പറഞ്ഞു പോണ അവസ്ഥയിൽ മുടി കെട്ടി അവിടുത്തെ ഫോളിക്കിൾസിന് ഡാമേജ് വരികയും
അങ്ങനെ മുടി പറഞ്ഞു പോയി അവിടുത്തെ മുടി ഇല്ലാണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥേനെയാണ് ഈ എന്താ പറയുക ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തന്നെ മുടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് മുടി ഇവിടെ വരെ കയറി, ഈ സൈഡിൽ നിന്നൊക്കെ മുടി കയറി കണ്ടമാനം പോയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതേ കണ്ടീഷന് വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണ് അത്ലറ്റിക്സ്. അതായത് ഈ അത്ലറ്റ്സ്, ഈ സ്വിമ്മിങ് അല്ലാച്ചെങ്കിൽ ഒളിമ്പിക്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരും എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മുടി ഭയങ്കര ടൈഡി ആയിട്ട് ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് അങ്ങനെ മുടി, അതായത് ലിറ്ററലി യു ആർ പുള്ളിങ് യുവർ ഹെയർ ഓഫ്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ആക്കി വെച്ചിട്ട് അങ്ങനെ മുടി പോകണം. നമ്മളോട് കമൻ്റ് അടിച്ചയച്ച് ചോദിച്ച ആളുകൾ ആരും തന്നെ ട്രാക്ഷൻ അലോപേഷ്യനെ കുറിച്ചല്ല അവർ ചോദിച്ചിട്ടുള്ളത്. പണ്ട് നമ്മുടെ നാട്ടിലൊരു കോമൺ ഒരു ബനാന ടോക്ക് ഉണ്ട്. അതായത് പണ്ട് നമ്മുടെ ഈ മനോജ് കാജയനൊക്കെ ഇങ്ങനെ മുകളിലേക്ക് മുടി ചീന്തിയിട്ട് വില്ലൻ അഭിനയിക്കും. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മുകളിലേക്ക് മുടി ചീന്തുമ്പോൾ നമ്മുടെ അമ്മയൊക്കെ പറയട്ടെ മുകളിലേക്ക് ഇങ്ങനെ മുടി ചീന്തണ്ടാട്ടോ ആകെ നെറ്റി വരുന്നു. അങ്ങനെ മുടി ചീന്തിയോണ്ട് നെറ്റി വരും എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ മുടി ചീന്തണത് കൊണ്ട് നെറ്റി വരികയോ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുകയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലൊരാൾക്ക് മുടി ഉണ്ടാവില്ല. മുടി കെട്ടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? കുമ്പിടുന്നത് കൊണ്ടും വെയിറ്റ് പൊക്കുന്നത് കൊണ്ടും നടുവേന ഉണ്ടാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, കുമ്പിടണോണ്ടും വെയിറ്റ് പൊക്കണോണ്ടും. പക്ഷേ ഇതേ കുമ്പിടലും നല്ല രീതിയിൽ വെയിറ്റ് പൊക്കലും ചെയ്താൽ നമ്മുടെ നടുവേന മാറുകയും ചെയ്യും ഇല്ലേ? ഇപ്പം എനിക്കൊക്കെ നടുവേന ഉണ്ടായിരുന്നു, ഞാൻ മാറ്റിയത് തന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാണ് അതാക്കിയത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ട്രാക്ഷൻ അലോപേഷ്യ ഈസ് നത്തിങ് ആക്ച്വലി. ഒരു കുട്ടിയുടെ മുടി ഒക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വളരെ റയറായിട്ട് ആർക്കെങ്കിലും മുടി കൊഴിഞ്ഞ് പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരു മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുന്നതുകൊണ്ടൊന്നും ട്രാക്ഷൻ അലോപേഷ്യ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല ഈ കെട്ടിയ മുടി 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കഴിഞ്ഞ് ലൂസാവും ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ അവർ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യാണ് ഈ മുടീനെ അവിടെ കെട്ടിയിട്ട്. ബട്ട് എനിവേ ഇറ്റ്സ് എ ഗുഡ് നോളജ് ഫോർ മീ ഓൾസോ. എനിക്ക് ആ ടെർമിനോളജി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റി. ആൻഡ് ഐ ചെക്ക്ഡ് ഇറ്റ്. സോ ട്രാക്ഷൻ അലോപേഷ്യ ഇസ് നോട്ട് ആക്ച്വലി വാട്ട് വി സീയിങ് നൗ. അതിന് മാത്രം ടൈറ്റ് ഒന്നുമില്ല. ഈ കുട്ടികൾക്ക് ടൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കരയില്ലേ, കരയുണ്ടോ? ഇത് കെട്ടിയിട്ട് ഞാനാ കരയണേ. ഇക്കാണ് അലോപേഷ്യ വരുന്നത് പണ്ടരടങ്ങാനായിട്ട്. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഇതിന് മുന്നേ ഇത് എടുക്കാൻ തുടങ്ങണ സീൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു സാധനം നിലത്തില്ലല്ലോ. എടുത്തിട്ട് നന്നായിട്ടുണ്ട്. എന്ത് സുഖത്തിനാന്ന് ഒരു പേടിയും കിട്ടണില്ല. ഗുഡ്. ഇവർ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് പറയണേ. ഇങ്ങനെ സാധനങ്ങൾ ത്രോ ചെയ്യാനും അതിനും. അവിടെ എന്തോരം സാധനങ്ങൾ മേടിച്ചിട്ടേക്കണു. അതൊന്നും പോരാണ്ട് ത്രോ ചെയ്യാനായിട്ട് ഈ കിടുതാപ്പിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ എടുത്ത് വെച്ചത് ഇറക്കിയിടണം. മതി മതി, നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു പരിപാടിയാണ് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ലവ് ദാറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹൗ ടു മേക്ക് ക്രീമി എഗ്ഗ് കുട്ടികൾക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് പറഞ്ഞില്ലേ. അപ്പോൾ അതേ കുറച്ച് ക്രീം, ഓക്കെ, ഫ്രഷ് ക്രീം. തീ ഓഫാണ് കേട്ടോ, ഞാൻ തീ ഓൺ ആക്കിയിട്ടില്ല. 2 മുട്ട, നൗ ഫയർ ഓൺ. ഫയർ കൺട്രോൾ നന്നായിട്ട് വേണം. അപ്പം ഞാൻ ഫുൾ ഫയറിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം ചട്ടി ചൂടാവും വേണം. മിക്സ് 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 നൈസ്ലി. ഇതേ ഇപ്പോൾ മുട്ട വെന്ത് തുടങ്ങി, കണ്ട ചെറിയ ലംസ് ഫോം ആയി തുടങ്ങിയില്ലേ. അപ്പോൾ തീ കുറയ്ക്കുക. ഓക്കെ, ഫയർ കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീ കുറയ്ക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ദെൻ കീപ്പ് ഓൺ സ്വെല്ലിങ് സ്വെല്ലിങ് സ്വെല്ലിങ്. നിങ്ങൾക്ക് സംശയം ഉണ്ട് വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ക്രീമി പരുവായില്ലേ. ഇപ്പോൾ തീ ഓഫ് ചെയ്യണം. കണ്ട, ഇപ്പോൾ നമ്മൾ വിചാരിക്കും പച്ചമുട്ടയാണ്. ബട്ട് റിമെമ്പർ അവർ പാൻ ഈസ് സ്റ്റിൽ റിയലി ഹോട്ട്. സോ ഇനി ഇതിനെല്ലാത്തിനെയും കൂടി ഈ ചൂടിലേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് സ്വിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രീമി എഗ്ഗ് റെഡി. ഇപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ എടുത്തതിനേക്കാളും ഡപ്പിങ്ങ ഇതെന്ത് കാട്ടി വെച്ചാൽ നോക്കി ഇവിടെ. നീ നോക്കി, ബെസ്റ്റായിട്ടുണ്ട്. ഫുള്ള് കോൺഫ്ലോർ ആരാ തോന്നുന്നു? ഞാനാ? നീയാ മുട്ട എടുത്ത്? നല്ല രസമായിട്ടുണ്ട്. അതതിൻ്റെ കണ്ണിലും മൊത്തം എന്താ അങ്ങനെ തന്നെ സ്കൂളിൽ പോക്കോട്ടാ.
ഞാൻ ഒരാളേനെ ഇതാക്കണില്ല. കോൺഫ്ലോർ പാരം ഇവിടെ കൊണ്ടുവച്ചത് പണ്ടരം. എന്ത് രശ്മി ഇത് നൈസായിട്ടുണ്ട്. ഇങ്ങനെ സ്കൂളിൽ പോക്കോ. ഡാഡ I'm not gonna change. I'm 100% sure. I'm not gonna change it now. Go like that. That's all right. Funny looking. Very nice. I'm shocked. No. പിന്നെ അന്ന് അതിൻ്റെ പൊടി തൊട്ടി കൊടുത്തിട്ടാ ഞാൻ മുട്ട നിൽക്കട്ടെ. ഇതിപ്പോൾ എന്താ കാട്ടി? ശയന പ്രദർശനത്തിന് അങ്ങനെ പോകണ്ട. പാസം പൂശിയിട്ട് കുട്ടി തുണി നിങ്ങൾ തട്ട് പോവത്. എന്നിട്ട് ഇങ്ങനെ പൊക്കോട്ടാ. എന്ന് ചോട്ട മുംബൈയിലെ മോലെല്ലാം ഇങ്ങനെ പൊക്കോ. ദാറ്റ്സ് സോ ഗുഡ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് അത്രയും ക്രീമിൻ്റെ പരുവാകുമ്പോൾ നിർത്തണം. എന്നാലാണ് നമുക്ക് ക്രീമി എഗ്ഗ് വരുള്ളൂ കേട്ടോ. ഇവിടെ ഇരി. നീ സ്പൈഡർമാനോ? ഇതൊക്കെയേ നമ്മുടെ മുട്ട നോക്കിയേ, നല്ല ക്രീമി എഗ്ഗായില്ലേ. പിന്നെ ഈ ഫ്രഷ് ക്രീമില്ലാച്ചും കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, തെരി വെള്ളം. മാമയല്ല മാമു. ഹംഗ്രി ആണോ ബേബി? ഹംഗ്രി ആണോ എനിക്കറിയാം കേട്ടോ. കുട്ടി അവിടെ കുറച്ച് പാല തന്നല്ലേ മാമ. ആരാ അവിടെ കോൺഫ്ലവർ പൊട്ടിച്ച് കളഞ്ഞേ? ഏയ് തുപ്പല്ലേ. ഗുഡ്. നീക്കാണ് തുപ്പിയേ? എന്തിനാ ആയത്തെ വെച്ച് തുപ്പണം എപ്പോഴും? വേണോ? നാളെ ഓർക്കണ്ട. നാളെ ഇതുപോലെ കഴിച്ചിട്ടേ പോയി വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞപ്പോൾ വന്നിരിക്കുക എണ്ണി പറക്കിയിട്ട്. എന്നിട്ട് മൊത്തം അടിച്ചു. ഇന്നലെയല്ല 2 days ഒക്കെ. ടാട അത് വീഡിയോ എടുത്തില്ല. വെള്ളപ്പൊടിയൊക്കെ കുറച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കേട്ടാ. നമ്മൾ വെള്ളപ്പൊടി കളഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊടി കളഞ്ഞൂടാടാ. എസ്മൈ യു നോ ഗോണ ടച്ച് ദ ക്യാമറ. നോ യാ ഗുഡ് ഗേൾ. യാ നോ എന്ന് പറഞ്ഞാൽ ബാക്ക് അടിക്കുക. അപ്പോൾ അന്ത പയർ കിട്ടും. ഗുഡ് ഗേൾ. ദേ ഓൾമോസ്റ്റ് അടിച്ചുട്ടാ. രണ്ടുപേരും തുപ്പിയെ ഒരു വായ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയേ ബാക്കിയുള്ളൂ. സോ ഓൾമോസ്റ്റ് ഒരു 80 gram എഗ്ഗാണ് ഇന്നത്തെ. സൈസ് 8 ആണ്. സോ ബിഗ് എഗ്സ് ആൻഡ് 1 egg pretty much each. 3 to 4 grams of protein for these two. എന്തായിരുന്നു ഇവിടെ കരച്ചിലായിരുന്നില്ലോ പുറത്തേക്ക് പോകാനേ? ആ ഗേറ്റിൻ്റെ സൗണ്ട് കേട്ടോ അപ്പം കരയും. ഗേറ്റിലെ ഡോറിൻ്റെ. അമ്മേനെ പോലെ വേറെ ആളുണ്ട് അമ്മേനെ റീപ്ലേസ് ചെയ്യുക. എന്തെങ്കിലും തെറ്റി പറഞ്ഞാൽ അപ്പം പിടിക്കും പള്ളി. ഗേറ്റാ ഡോറാ? മൊസ്കിറ്റോ സാധനം. നീ ബാഗ് എടുത്താ? ഓക്കെ. നീണ്ട ഇന്ന് കമ്പാരിറ്റീവ്ലി ബെറ്റർ വെതറാണ്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് 11 degree. സോ ദിസ് ഈസ് സോ ഗുഡ്. ബെറ്റർ വെതർ. താങ്ക് യു പ്രിങ്ങു. സോ ഗുഡ് മോർണിംഗ് കോണേഡി വിത്ത് ടീം ബൂം ബാങ്. No mummy today. And just with Pringu, Era, Esme and myself. Good morning Nilambur എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ റിക്വസ്റ്റ് ഉണ്ട് ഇപ്പോൾ. ഇത് മറ്റേ ശരിക്കും ഇതിപ്പോൾ ഒരു സീരിയസ് ഇഷ്യൂ ആയി. ഇന്നെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ യാ ഇറ്റ്സ് ഫ്രീക്കി ഫ്രൈഡേ. സോ ഇൻ ന്യൂസിലാൻഡ് എവരി വൺ ഗെറ്റ് എക്സൈറ്റഡ് ഓൺ ഫ്രൈഡേസ് ബിക്കോസ് എല്ലാവരും ഒരു സ്ലോപ്പി മോഡായിരിക്കും. ഇന്ന് വർക്കൊന്നും ചെയ്യാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് പോയിട്ട് മീൻ പിക്ക് ചെയ്യാനുണ്ട് ആവികാഷിൻ്റെ അടുത്ത് നിന്ന്. അതൊക്കെയാണ് ഇന്നത്തെ കാര്യപരിപാടികൾ. So that's it. You got to say something, Pringa? Nothing? What's happening up at the school? Nothing? No, it's normal day today. Normal day? Yeah. Okay. It's like on the whiteboard. It said Friday. Normal day. Okay. രാത്രി മഴ പെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോൾ നല്ല വെതറാണ് കേട്ടോ. Where were you, man? How was the fishing, boy? I missed you, cunt. I missed you. What? Where is the fish? Fish is there. I took all the bloody bits out. How was the fishing? Fishing was good. But हमारा जो जान है ना, हमारा जान इधर अटका रहा in Chakadini.
God bless all. Where is the fish? Some. Oh, you got some. Oh, See, all sold. sold. It's not sold. Sold. It's for Koha. ഇത് നമ്മുടെ ആൽബക്കോറാണ് കേട്ടോ. This is Albitani. ആൽബിഥാനെ. Take some. Where Give is- some messy as well. See the black bit? I hate it. നമ്മുടെ ആൽബക്കോർ ട്യൂണ എന്ന് പറയുന്ന ട്യൂണ ഗുഡ് നല്ല ഫ്രൈ ചെയ്യാൻ അടിപൊളിയാണ്. Fridge में रखा थोड़ा set पे. Yeah, it's a big piece. Fucking mean. Yeah, no, that's all right. No, so hey, it's blood everywhere. Oh, the blue fan. Very nice. Thank you for that. Look at the color. That's what I told you. Don't freeze it. If you freeze it, you lose the color. See this bit, that bit? What bit? That bloody bit. Ah. But no fat. No, that's all right. Less fat is much better. I don't like to. Eh? Chief. The Fijian chief. I The present Fijian you. chief. Thank you, sir. Thank you. Vinaka. Vinaka. Bula Vinaka. I'll give you a plastic. Thank you for the fish, man. That looks beautiful. Thank you, Oliver. It's a beautiful bluefin, one of a kind. Again, I still prefer my yellowfin, but can't complain. How many kgs were here? This one was Maybe 60. 60. അപ്പോൾ 60 കിലോ ഉണ്ടായിരുന്ന മീനായിരുന്നു കേട്ടോ പറഞ്ഞേ. ഇപ്പോൾ look at the colors. Pack those. എന്തൊക്കെയാ ഞാൻ എയർപോർട്ടിലേക്ക് വന്നാട്ടാ. ഇന്ന് ഗോൾഡ് വരും. കറക്റ്റ് ഒരു ഫ്ലൈറ്റ് ഇതേ പോകണം. നൈസ് ലാൻഡിങ് നമുക്ക് കിട്ടും. ബ്യൂട്ടിഫുൾ. ഇന്ന് പ്രിങ്ങുവിനെ അറിയില്ല. ഇന്ന് ശരിക്കും ഗോൾഡ് വരും വെള്ളിയാഴ്ച. പ്രിങ്ങുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച വരില്ലോ എന്നാ. ഗോൾഡ് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഫിഷ് എടുത്തിട്ട് നേരെ ഇവിടെ വന്നു. അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാഗേജ് ക്ലിയറൻസിൻ്റെ സമയത്ത് ഞാനിവിടെ ഈ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത് കാണാനായിട്ട് ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഈ സൈഡിലാണെന്ന് വെച്ചെങ്കിൽ പറന്ന് പോകുന്നത് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാ. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് അവർ പറഞ്ഞേ. നമുക്ക് നോക്കാം. അവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. സ്വഭാവം അനുസരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. വരുന്നുണ്ട് 2 കന്നാസും കടലാസും വരുന്നുണ്ട് വീട്ടിൽ. കാബൂളി വാല നാടോടി കാബൂളി വാല നാടോടി ഇല്ല കന്നാസും കടലാസും. മാമിയെ കാബൂളി വാല. ഓസ്ട്രേലിയ പോയിട്ട് നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞാൻ ആ പാട്ട് പാടി തീർത്തില്ലായിരുന്നു. ഞാൻ കാബൂളി വാല നാടോടി. ശരിക്കും കന്നാസും കടലാസും പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും വന്നായിരുന്നേ. നാടെങ്ങോ വീടെങ്ങോ. അല്ല നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല? ഇല്ല, രാവിലെ നമ്മള് കഴിക്കണ എങ്ങനെയാ മോനെ? രാവിലെ ഞങ്ങള് 3 നിങ്ങൾ അവിടെ 6 മണിക്ക് ഇറങ്ങിയല്ലോ അല്ലേ? പക്ഷെ നിങ്ങളുടെ ട്രിപ്പ് ആക്ച്വലി ഇതാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെയല്ലോ. വെരി ഷോർട്ട് ട്രിപ്പ് ആയി പോയി. That's not enough. ഇത് ട്രയല്. I am okay. Actually, we had more peace. Even Arumama rang in this morning and said, my gosh, now we know. We thought the kids are a prashna na vicharichu nammal. Nah, man, these adults, 40-year-old adults. വേണ ബേക്കേഴ്സ് ഡിലൈറ്റ് ഓസ്ട്രേലിയൻ മേടിച്ച. ഇതാ ഓസ്ട്രേലിയൻ സാധനം നമുക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കിവീസോ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ 2 സാധനം കൊണ്ടുവന്നുണ്ട്. എന്താ 2 പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പാടില്ല. പോത്തീസ് ലഡു. ഓസ്ട്രേലിയൻ ഗേൾസിന് കിട്ടില്ല. ബൂംബാങ് എന്ന് പറഞ്ഞാലേ അങ്ങനെ പറയാനായിട്ട് ഒരു ഇന്ത്യയിലെങ്കിലും കാണണ്ടേ? ഇതില് നീ ചോദിച്ചില്ലേ? ഇല്ല, സോറി. അതിന് മലയാളീസ് ഉള്ള സ്ഥലത്ത് പോണം. നിങ്ങൾ എന്തൊക്കെ കണ്ടേ അത് പറയേ. അപ്ര ഹൗസ്, ക്വീൻ വിക്ടോറിയ ബിൽഡിംഗ്, മ്യൂസിയം. വീഡിയോ എടുത്തിട്ടുണ്ടാ? അടർക്ക് കാണാൻ പറ്റുക? എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി കണ്ടറിയാം. നീ അപ്പൊ നിന്റെ വീഡിയോ എടുക്കുന്ന ആള് നീയല്ലേ? നിനക്കറിയില്ലേ വീഡിയോ എടുക്കാൻ? നീ ഇതിൽ ക്രീം വെച്ചല്ലേ? മാമി എൻജോയ് ചെയ്താ? കള്ളു കുടിച്ചാ? ഒരു കുപ്പി. കാരണം വീക്കെൻഡ് അല്ലല്ലോ, ഫ്രൈഡേ നമ്മളിങ്ങ് പോന്നു. പിന്നെ കള്ളു കുടിക്കണേ വീക്കെൻഡില് തൊള്ളവർക്കുള്ളോ? അല്ല, ഫ്രൈഡേ ഫണ്ണില്ലല്ലേ? ഫണ്ണില്ല, നമ്മളില്ലാത്തോണ്ടാ അത്.
നിങ്ങളല്ലേ എത്ര തായ് കടയിൽ കയറി കാണും? ഇവരുടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തായ് ഫുഡ് കഴിക്കണം. അവിടെ ഉള്ളതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. You need to look. I open like this. പോയിട്ടൊന്ന് കഴിച്ചിട്ട് നമ്മള് പോയ എല്ലായിടത്തും ചക്കര പുക്കറ സാധനം അവിടുത്തെ റീജിയണൽ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വരുള്ളൂ. അമ്മാരെ ഐറ്റാണ് നമ്മള്. അങ്ങനെ റീജിയൻ ഇല്ല. സിഡ്നി റീജിയണൽ അല്ല ഗൈസ്. ഇറ്റ്സ് എ ന്യൂ ന്യൂസ് ഫോർ us now. ഇതെന്താ മറ്റേ മ്യൂസിക്കിന്റെ മറ്റേ ഗാനമേളയ്ക്ക് നിൽക്കണ പോലെ ഉണ്ടല്ലോ, മറ്റേ സൈഡിൽ സ്പീക്കറൊക്കെ വെച്ചിട്ട്. ഇത് കിട്ടാ, ഇതാണ് മറ്റേ കൊച്ചിൻ ഹനീഫ പറഞ്ഞ മറ്റേ നീളമുള്ള പാന്റ്, കാലിന്റെ മുകളിൽ ഷൂ ഉണ്ട്. പാന്റിന്റെ ഒപ്പം ഷൂ ഉള്ളതാണ് ഈ പാന്റ്. കുറച്ചുകൂടി അത് ഇതിനെ എനിക്ക് നീളം കൂടുതലായതോ എനിക്കല്ല, പാന്റിന്റെ നീളം കൂടുതലും എനിക്ക് കുറവായിരുന്നു. നിനക്ക് ഭയങ്കര നീളം കൂടുതൽ. നീ മറ്റേ ചുമരുമ്പ് മുട്ടിട്ട് നിൽക്കണ ക്യാമറയില് കണ്ടില്ലേ? നന്നായിട്ടുണ്ട്. You guys enjoyed? Yes, of course. Even I enjoyed it too. Man, the peaceful night here, actually beautiful. 3 days without you, I never ever think about like this. Bloody hell. That's so good. Only thing, little bit fun missed. ആക്ച്വലി എന്താ മിസ് ആയിച്ചല്ലേ, നീ ഉള്ളപ്പോ ഇവിടെ ഒരു സത്യം പറഞ്ഞ നീ പോയപ്പോ ഞാൻ പോകുമ്പോ അതും അങ്ങനെ തന്നെയാ. ഞാൻ പോകുമ്പോഴും നിനക്ക് എന്നെ മിസ് ചെയ്യാറുണ്ടോ? ഇതേട്ടാ നമുക്ക് അവി തന്ന നമ്മുടെ ആൽബക്കോർ ചൂണ ഞാൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. ആൻഡ് ഇതിനേക്കാളും ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി മീൻ കിട്ടാല്ല എന്ന് പറയല്ലേ, അത് അടിപൊളിയാണ് കേട്ടോ ആൽബക്കോർ. ഒരു പക്ഷേ ട്യൂണകളിൽ വെച്ചിട്ട് കറി വെക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ഇത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. എപ്പോഴും ഒരു ജസ്റ്റ് കുക്ക്ഡ് ആൽബക്കോറാണ്. നല്ല ഫാറ്റ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഫാറ്റി ആൽബക്കോറാണ്. 12 കിലോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൽബക്കോർ. ബ്യൂട്ടിഫുൾ. പാൻ ഓയിൽ. ഈ മീനൊന്നും അധികം കിടന്ന് കളിക്കരുത് കേട്ടോ. അതിൻ്റെ ആ ബ്യൂട്ടിഫുള്ളാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. ജസ്റ്റ് ഉപ്പ്. one side done, another side. some butter. എടീ കുറച്ച് കേപ്പേഴ്സ് എടുക്കാമോ പ്ലീസ്? ഏത് ഇതാ? നീ മുളകെടുത്തോ? ഇതിലുമ്പോ മുളകിടാൻ വേണമെങ്കിൽ ഇതല്ലാതെ വറുത്തത് നീ വേണമെങ്കിൽ ബ്ലൂഫിൻ വറുത്ത് തിന്നോ. വേണോ? ഇത് ഇതിനും കൂടുതൽ വേവിച്ചാൽ അധികം കൊള്ളൂലടി. അവിടെ ഒരു കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേപ്പേഴ്സ്. കുറച്ചും കൂടി എല്ലാവരും ഒരു സ്പൈസ് ഇതിൽ മിക്സഡ് ചില്ലി ഒക്കെ ഉള്ള ഒരെണ്ണാട്ടാ. കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും. കേപ്പേഴ്സ് ഗോൺ മൈ ഫേവറേറ്റോ. Beautiful. Thank you. Done and dusted. Easy. That's my lunch. ഇതേട്ടാ നമ്മുടെ ആൽബക്കോർ. ഈ ബിറ്റ് കുറച്ച് ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. But I think that is good. Beautiful, good portion. Some of the sauce or the char. And that's my lunch. Beautiful fresh albacore. Okay. കുറച്ച് അവിടെ ഇരുന്നിട്ട് കുക്കായി പോയി. ഇത്രയും വേവരുത്. ഇത് കണ്ടോ, ഇത്രയും വേവരുത്. ഉള്ളിൽ റോ വേണം. എന്നാലേ എന്താ പറയുക, അതിൻ്റെ ആ ഫാറ്റും അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് അധികം ഓവർ കുക്കായി പോയി. അപ്പം ഇത് തന്നെ ഞാനൊരു 4 മിനിറ്റ് മാക്സിമം വേവിച്ചിട്ടുള്ളൂ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്താകും, പൂള് പോലെയാവും. ഈ ഭാഗം ശരിക്കും നമുക്ക് കഴിക്കാം കേട്ടോ. അതായത് ഈ കറുത്ത ഭാഗം. ഇത് മയോഗ്ലോബിൻ കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യണ മസിലും കൂടിയ കാരണം ഇവിടെ ഈ കറുത്ത നിറം വരുന്നത്. ദർ ഈസ് നത്തിങ് റോങ്. ഒരു അയണിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഗോൾഡ് വരുമ്പോൾ എനിക്ക് ഒരു മൗണ്ട് ഗിയുടെ എക്സോ മേടിച്ചു കൊണ്ടുവന്നുണ്ട്. എനിക്കത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. വേണ്ട, നിങ്ങൾ കുടിക്കുന്നില്ലേ? ദിസ് വൺ നൈസ്. $136. എവിടെ? ഡ്യൂട്ടി ഫ്രീ ഇല്ല? $136? 1 ലിറ്ററിനാ? ഇത് $106 ഉണ്ടായിരുന്നല്ലോ ഡ്യൂട്ടി ഫ്രീയില്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഓസ്ട്രേലിയയിൽ നിന്ന്
ഞാൻ നിന്നോട് ഓസ്ട്രേലിയയിൽ നിന്ന് മേടിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ. അത് വേണമെങ്കിൽ വേണ്ട, വേറെ ഏതെങ്കിലും ചാട്ട സാധനം മേടിക്കണതിന് വരെ $136 കൊടുത്തിട്ട് ആ കാശിന് ഇന്ത്യ തന്നെ മധ്യ 2 എടുത്ത് അടിക്കായിരുന്നല്ലേ ഇവിടുന്ന്. സത്യമായിട്ടും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഫോൺ അവിടെ റെക്കോർഡ് ചെയ്യണ കാരണം എനിക്കറിയാം ഓസ്ട്രേലിയയിൽ ഇത് കൂടുതലാ, പൈസ കൂടുതൽ ഇതിന്. ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ കാണാണ്ടേ ഒന്ന് ചോദിച്ചാ. പിന്നെ ഇത് ഇല്ല, അത് എപ്പോഴും ഉണ്ട്. ഈ സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. ഞാൻ പോരുമ്പോൾ മേടിച്ചല്ലേ $136 എടുത്തിട്ട് മേടിക്കുക. അത് ഓസ്ട്രേലിയൻ $. അപ്പൊ $150 ന്യൂസിലാൻഡ്. ജസ്റ്റ് ടു മച്ച്. സെയിം ആയി നമുക്ക് തന്നെ ഇവിടെ മധ്യ 2 അടിക്കായിരുന്നു. 2 ലിറ്റർ കിട്ടിയേ. ഒരു മലയാളിനെ പോലും കണ്ടില്ല. ഇന്ത്യൻസിനെ കുറവ്, ആകെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ കണ്ടുള്ളൂ. സിഡ്നി ഈസ് മോർ ലൈക്ക് ഏഷ്യൻസ് ഫുള്ള്. നിന്റെ ഇതിന് മുന്നുള്ള പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. സിഡ്നി മലയാളീസ് പ്ലീസ് കമന്റ് ബിലോ ഇഫ് എനിവൺ വാച്ചിങ്. മലയാളത്തിലുണ്ടോന്ന് അറിയില്ല. അവരൊക്കെ എവിടെയായിരുന്നു? അതിന് വേറെ കാര്യം, നിങ്ങൾ ടൗണിലല്ലായിരുന്നേ. ആ ഓക്ലാൻഡ് സിറ്റിയിൽ പോയി നിങ്ങൾക്ക് ഇതിന് മാത്രം മലയാളീനെ കാണാൻ പറ്റുമോ എപ്പോഴും? പിന്നെ വരുമ്പോഴേക്കും റബിഷ് ബിന്നിൻ്റെ പാത്രം എവിടേക്ക് മാറ്റി വെച്ച ചോറുണ്ടാക്കിയില്ലേ? ഐ വാസ് മിസ്സിങ് ദാറ്റ്. ഇവിടെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ല. അടി കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു പൊന്നു മക്കളെ, പൊന്നുമോനെ എനിക്കൊന്നും പറയാനില്ല. അടിയൊന്നുമില്ല. അടിയല്ല മോനെ അത് അപ്സെറ്റായി, അത്രേ ഉള്ളൂ. ഞാൻ അപ്സെറ്റ് ആവാണ്ടിരിക്കുമോ? ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ അപ്പളേക്ക് ഇവിടുത്തെ റബീഷ് പിന്നെ എവിടെ ഇരിക്കണേന്ന് നോക്കില്ല. അത് നോക്കിയതല്ല, റബീഷ് കളഞ്ഞാണ്. കളഞ്ഞപ്പോ അത് തിരിഞ്ഞിരിക്കുന്ന കണ്ടു. കഴിഞ്ഞ 8 വർഷമായിട്ട് അത് തിരിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ അമ്മേനെ ഫോൺ വിളിച്ചു, തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതെന്ത് പറ്റി തിരിഞ്ഞു പോയല്ലോ. അത് ഞാൻ നീ പറഞ്ഞ പപ്പരാളത്തിൽ ഇവിടുന്ന് ഓടിയിട്ട് ബാഗും കൊണ്ട് ഇവിടെ വെച്ചതാ. മറ്റേ സിനിമ നല്ല വിളിച്ചിട്ടുണ്ടേ എന്നെ ഇപ്പൊ എത്ര നേരം എന്നെ മോനെ. നീ ഓസ്ട്രേലിയക്ക് പോയി നിന്നെ ഫോൺ വിളിച്ചിട്ടിരിക്കാനാ. എന്നാ പിന്നെ ഇവിടെ കണ്ട എന്നെ നിൽക്കുന്നവർക്കും ഓസ്ട്രേലിയ പോയിട്ട് ഫോൺ വിളിച്ചത്, ഹായ് ഹലോ നവീനെ നിനക്ക് സുഖമാണോ, നാളെ നീ ഹോങ്കോങ്ങിൽ പോയിട്ട് ഇങ്ങോട്ട് വിളിക്ക്. മോൻ പോയപ്പോ എന്നെ വിളിച്ചു. നീ അല്ലെങ്കിൽ ട്രാങ്കോൾ എടുത്താൽ മതി. ഇവിടുന്നത്തെ കോള് ഹോങ്കോങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുക. നീ അപ്പുറത്തെ റൂമിൽ ഇരുന്ന് വിളിച്ചാൽ മതി. യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ് ദെൻ. ഗോൾഡ വന്നപ്പോൾ പൂ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് ആക്ച്വലി ഞങ്ങളതിനെ കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ വരണ വഴിക്ക് പൂ കൊണ്ടുവന്നത്. താങ്ക് യു. ഗുഡ് ഫാമിലി. പാലക്കാട് എന്നുള്ള ചേട്ടനായിരുന്നു വിനോദേട്ടൻ, സന്തോഷേട്ടൻ, പിന്നെ വൈഫ് ഫ്രം തൃശ്ശൂർ പൂങ്കുന്നം. പക്ഷെ ഞാൻ അതിനല്ല നിങ്ങൾ എനിക്ക് ഗോൾഡ് കണ്ടു ഗൈസ്. എനിക്ക് സൗസർ, പിന്നെ ടീഷർട്ട്. എനിക്ക് $500 സാധനം മേടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ $150 കള്ളിക്ക്. അതിൽ നിരാശയുണ്ട്. $600 കള്ളിനാ അല്ല, പിന്നെ കള്ള് വേറെ അല്ലേ, ഇതിന്റെ ഒപ്പം ഉള്ളല്ലോ. തുണിയുടെ ആ നാളെ നമ്മളതിനെ കാണാൻ വന്ന ഗൾഫ് മറ്റേ അവര് കൊണ്ടുവന്ന സ്പ്രേ അടിപൊളി സ്പ്രേ ആയിരുന്നു കേട്ടാ. സ്നേഹ അല്ല സ്നേഹ എല്ലാവരും ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ടീഷർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അത് ഭാഗമാണോന്ന് എനിക്ക് സംശയം. അത് ഞാൻ എക്സ്ട്രാ സ്മോൾ എടുത്തത്. അത് പിന്നെ മോൻ ഉള്ളിലിടണതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനെ ദയവ് ചെയ്തിട്ട് മോൻ ഇപ്പൊ കാണിക്കല്ലേ പാകം. അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ ഇതിനും കുറച്ച് അത് കുഴപ്പമില്ല, പാകാണല്ലോ. പക്ഷെ ഉള്ളിലിടുന്നതിന് ഈ നെക്ക് പാടില്ല അധികം. എന്തായാലും കുറ്റം പറഞ്ഞോണം കേട്ടാ. ഇനി നല്ലതാന്നൊന്നും പറയല്ലേ. കുറ്റം പറയാനായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുക. കൊണ്ടെന്നല്ല, എന്നെ പറ്റി ആലോചിച്ചല്ലോ എന്നല്ല. എന്ത് ഫോൺ വിളിച്ച് ചോദിച്ച് എന്നത് ചോദിച്ച് പറ. എന്നത് ഫോൺ വിളിച്ച് ഞാൻ വരുമ്പോ നിനക്ക് കൊണ്ടുവരാറില്ലേ? അത് ഞങ്ങള് പറയണം മോനെ. ഞങ്ങക്ക് എന്തെങ്കിലും ട്രിപ്പിന് പോണല്ല, ഞാൻ ഹണ്ടിങ്ങിനും ഫിഷിങ്ങിനും പോണ ആൾക്കാരാ. ഹണ്ടിങ്ങിന് പോകുമ്പോ ഞങ്ങൾ തന്നെ അതെങ്ങനെ ലിഷർ ട്രിപ്പ് ആവണേ? ഞാൻ നിങ്ങളെ കൂട്ടാണ്ട് ലിഷർ ട്രിപ്പ് പോയിട്ടില്ല. ഓ ഞങ്ങള് ലിഷറിന് പോയതല്ല. ട്രൗസർ ഒരു ലേശം എന്തോ ട്രൗസർ കുഴപ്പമൊന്നുമില്ല. ട്രൗസർ കുഴപ്പമില്ല, നൈറ്റിലിടാം. 3 ഉണ്ട് ട്രൗസർ. ഇതുപോലത്തെയാ? ഓ എന്റെ വേണ്ടേ കുഴപ്പമില്ല. വർക്കൗട്ടിന് ഇതിനൊക്കെ നല്ല. ഇത് ഇങ്ങോട്ട് ഇത് കുഴപ്പമില്ല. നൈസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഗോൾഡ താങ്ക് യു, ലവ് യു, താങ്ക് യു ഫോർ ബ്രിങ്ങിങ്. ഒരു പാന്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ. പാൻസ് പക്ഷെ എന്തി പ്രവീണയുടെ പെട്ടിക്കത്താന്ന് തോന്നുന്നു. പ്രവീണിക്ക് നടക്കാനാണോ? ഇത് ടീഷർട്ടാണോ? ഓക്കെ, താങ്ക് യു. അതൊക്കെ സ്മോൾ, എക്സ്ട്രാ സ്മോൾ അല്ല. അപ്പൊ എനിക്ക് 2 ടീഷർട്ട്
പുറത്തിടാൻ 2. ആ പുറത്തിടാൻ 2, എന്നെ അകത്തിട്ടിട്ട്. നിനക്ക് ഇത് എന്നത്തിനാണ് ഇത്രയും ടീഷർട്ട് ഒക്കെ മേടിച്ചത് നീ? ചുമ്മാ മോൻ നല്ല തുണി. അത് കളയാൻ കുറെ എണ്ണം കീറി ഇതും നീ എടുത്ത് കളയുന്നതാണ് കേട്ടോ. ഞാൻ എന്തിനു കളയണേ? മോൻ എടുത്ത് കളാൻ. മോന്റെ തുണി എന്റെ ജോലിയല്ലോ അത്. എനിക്കൊന്നും ഇത്രയും തുണി ഇഷ്ടമല്ല. യു നോ ഓൾറെഡി. ഞാൻ തുണി തുണി ഇഷ്ടമല്ല, പക്ഷെ അവിടെ പെട്ടിക്കകത്ത് ഇത് വെക്കാൻ സ്ഥലമില്ല. നിക്കറും തുണിയും അതെടുത്ത് കള. നീ ഹെൽപ്പ് ചെയ്യാം. ബിസി. നോ സ്പ്രേ ഉണ്ടോ? അല്ല, സ്പ്രേ ഒന്നും മേടിച്ചില്ലേ. സോ താങ്ക് യു. ഇതിട്ട് മഞ്ഞ ഇട്ട് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഞാൻ ദോഷമില്ലേ? ആ ചുമ്മാ ഇട്ട്. അത് നമ്മുടെ റമ്മിന്റെ കളറാണ്. റമ്മിന്റെ ആണോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോയ സമയത്ത് മോനെ വല്ല യക്ഷിയും പിടിച്ചാ? യക്ഷിയാ? എന്താ ചോരണ്ടോ? എവിടുന്ന് കഴുത്തിന്ന ഒരു യക്ഷീനെ ഞാൻ കൊണ്ടുവന്നായിരുന്നു ഇവിടെ രാത്രി. 2-3 യക്ഷികളുടെ ഇടയില ഞാൻ കിടന്നായിരുന്നേ. ചോര കഴുത്തു കൂടി മൂക്കി കൂടി ഇന്നലെ ചാടുക. മഞ്ഞ നല്ലതാണോ? ഓക്കെ താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. 5-6 ടീഷർട്ട് ഇത് ഞാൻ ഇട്ട് ബോധിപ്പിക്കണം. പിന്നെ വേണം. എന്റെ കുയിൽ ബോഡി എങ്ങനെയുണ്ട്? നൈസാണ്. പിങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ ഒന്നിച്ചാണ് പോണേ. വേണ്ട, നീ പിന്നിൽ ചാടി വന്നു. ഞാൻ കാറിൽ പോയി. ഇത് കുഴപ്പമില്ല. ഇല്ല കണ്ടോ, ഞാൻ മേടിച്ച ടീഷർട്ടിൽ എഴുതിയേക്കണ നോക്ക്. എന്തെന്നാ? ലവ് ഈസ് വാക്കിംഗ് ആൻഡ് ഇൻ ഹാൻഡ്. വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ്. തിരിഞ്ഞ വന്ന വശം തന്നെ ലവ്. ഇത് ക്ലീൻ ചെയ്തില്ലേ? ഓ മോനെ ഇതെന്താ ഇവിടെ വന്ന വശം ഒരാൾ ചോദിക്കണ? ഇല്ല, ചോദിച്ചിട്ടില്ല. നോണ പറയാ. ഗോളിന്റെ അടിയിൽ ഒളിച്ചിരിക്കട്ടാ മിക്കവാറും. നിന്റെ മൈക്ക് പക്ഷെ കുരുന്ന് ശബ്ദം ഉണ്ടാക്കും. അത് അതിന് അല്ലാണ്ട് കിടന്ന് ഇളകല്ലേ. അവള് ഗോളിലേക്ക് പ്രിങ്ങുവിനെ അറിയാൻ പറ്റില്ല. ഫ്രണ്ടിലേക്ക് പോക്കോളം പറഞ്ഞത് എന്നോട്. ഓക്കെ, മോൻ ക്യാമറ ഊരി അങ്ങോട്ട് പിടിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ അവള് ഡോർ തുറക്കുമ്പോ അവളെ തിരിച്ചു വെച്ചിട്ടുണ്ട്. മണ്ടു ഇത് തന്നെ. ഞാൻ ക്യാമറ തിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ റെക്കോർഡ് ചെയ്തില്ലടി. സോറി സോറി. ഒരു തവണയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി. അയ്യേ സോറി ട്ടാ. ഞാൻ ക്യാമറ അങ്ങോട്ട് അവള് തിരിച്ചു. അന്ന് നീയേ ഇന്ന് ഞാൻ അല്ലല്ല. അന്ന് ഞാനൊന്നുമല്ല, മോൻ തന്നെ. നല്ല സീനായിരുന്നു. ഗോളിന്റെ പ്രിങ്ങും അറിയാണ്ട വാതില് വന്ന് ഇവിടെ തുറക്കലും ഒരു സാധനം താഴെ ഇരിക്കുക. ഞാൻ അവള് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അത് സ്വിച്ച് ഓൺ. സോറി, അപ്പോളജീസ്. എപ്പോഴും ഇങ്ങനെയാ ചെയ്യും മോനെ. അത് നീ അത് പറഞ്ഞിട്ട് ഞാനത് അപ്പൊ ഇതിന് മുന്നേ ഡയലോഗ് പറഞ്ഞത് ആ സമയത്ത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നാണോ? ഞാൻ ഇരുന്നില്ലേ. ഇവിടെ താഴത്ത് വെച്ച സാറല്ലേ. ഈവനിങ് കൊണയാടി ഫോൺ പിടിച്ച് തിരിച്ച് പിങ്ങുവിന്റെ നേരെ നീ കാരണം അതാ അങ്ങോട്ട് തിരിച്ചു വെച്ചു ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. മര്യാദക്ക് ആദ്യം അങ്ങനെ വെച്ചാൽ മതി. സാറല്ലേ ഓക്കെ. സോ സർപ്രൈസ് ഉണ്ടായി. അപ്പൊ ഇന്ന് വന്നത് മോശമായ. തിരിച്ചു പോണോ ഞാൻ? നീ പോകോ. നിനക്ക് സന്തോഷായില്ലേ? ഞാൻ പോയപ്പോ നിനക്ക് സന്തോഷായെന്ന് ഡാഡ പറഞ്ഞു. ഡാഡ പറഞ്ഞു നീ ചിരിച്ചോണ്ട് പോണ്ട്. ഹായ് അവള് പോയി. ഓട്ടനും പോയി, ചട്ടനും പോയി, ബോട്ടിങ് കിട്ടി. ഐലസാന്ന് പറഞ്ഞിട്ട് ഫ്രിങ്ങപ്പം പോയിരുന്നു. 3 ദിവസം ഞാനതാ പറഞ്ഞേ. കുറച്ച് പീസ് ഉണ്ട് ഇവിടെ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പീസ് ഉണ്ടായിരുന്ന? നിന്റെ പീസ് പോയി. നിന്റെ പീസ് പോയാടാ പിങ്ങ? പോയെന്ന് അവള് പറഞ്ഞു. ശരിക്കും പറ, നിനക്ക് പീസ് പോയായിരുന്നു? രാത്രിയിൽ പീസ് എങ്ങനെയാ പോയേ? നല്ല ഉറക്കം ഉറങ്ങിട്ട് ഇനിയും കുട്ടികളിൽ നീയാണല്ലോ ചീത്ത വിളിച്ചിരുന്നത് രാത്രി. ഇന്നലെ രാത്രിയായി. കൺട്രോൾ നമുക്ക് എച്ചമ്മൂനോട് ഉറക്കത്തിലാ. ഞാൻ പ്രിങ്ങു കാം ഡൗൺ. കൈയൊക്കെ പിടിച്ച് മറ്റേ അപസ്മാരത്തിന് പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പ്രിങ്ങുവിനെ. അതിന് പ്രിങ്ങു കിടന്ന് ഉറങ്ങുകയും ചെയ്തു. എല്ലാ ദിവസവും അങ്ങനെ തന്നെ കടന്നോ നടുക്ക്? കുഴപ്പമില്ല അമ്മക്ക്. അമ്മ ഇപ്പുറത്ത് മാറി. അല്ല പ്രിങ്ങ ഒരു 3 സെറ്റായി. എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നീ ഇപ്പുറത്തേക്ക് വരിക, പ്രിങ്ങുവിനെയും ഇവരെയും അങ്ങനെ ഒരുമിച്ച് കിടത്തുക. അപ്പൊ അവരങ്ങോട്ട് യൂസ്ഡ് ആയ പ്രിങ്ങുവിനെയും കുട്ടികളെയും നമുക്ക് ഒരു 5 അപ്പുറത്ത് കിടത്താം. എയറിനെ അപ്പുറത്ത് കിടത്തിയാൽ മതി. 4-5 മാസം കൊണ്ട് നമുക്ക് ഒരു 3 പേര് അങ്ങടെ പോട്ടെ. അപ്പൊ അതാണ് പ്ലാൻ ട്ടാ. ഇതേ ഞാൻ നമ്മുടെ ട്യൂണ അല്ലെങ്കിൽ ബ്ലൂഫിൻ ട്യൂണ പോഷൻ ചെയ്യാൻ പോകുന്നു കേട്ടാ.
ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫില്ല് എന്ന് പറയുന്നത്. ടോപ്പ് ഫില്ലറ്റാണ് കേട്ടോ ഇത്. അതായത് മീനിനെ ഇങ്ങനെ മുതുകിൻ്റെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ആ ടോപ്പ് ഫില്ലറ്റാണ് ഇത്. ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുള്ള ഒരു തുള്ളി വെള്ളം അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പച്ചവെള്ളമോ മറ്റുള്ള ഒരു സാധനവും തൊട്ടിട്ടില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ട്യൂണയുടെ മുകളിൽ എന്ത് കളി കളിച്ച് കഴിഞ്ഞാലും ഈ ട്യൂണ കേടായി പൂട്ടാ. സോ ഇറ്റ് ബി വെരി കെയർഫുൾ വിത്ത് ട്യൂണ ഓൾ ദ ടൈം. ഇപ്പം ഞാൻ ഇതിൻ്റെ ശരിക്കും സ്കിന്ന് ആദ്യമേ കളയേണ്ടതാണ്, പക്ഷെ കളഞ്ഞിട്ടില്ല. അത് കാരണം തന്നെ ഞാൻ ഈ ടോപ്പ് ഫില്ലറ്റ് ഇവിടുന്ന് മുറിച്ച് മാറ്റാൻ പോവാണ്. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഓൾറെഡി ഇതിൻ്റെ ഈ ചെറിയ ഒരു ടെൻഡൻ്റെ ഇടയിൽ കൂടെ ഒരു ഭാഗമുണ്ട്. കറക്റ്റ് ഇതങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. കണ്ടാ? സോ യു ഗെറ്റ് നൈസ് ഈ ടോപ്പ് ഫില്ലറ്റ്. കണ്ടാ? ഒരിക്കലും ഈ മീൻ കഴുകരുത് കേട്ടോ. ഇത് കുറച്ച് പച്ചക്ക് വയ്ക്കുക, ഒരെണ്ണം ഗ്രില്ല് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു മീനല്ല. പച്ചക്കാണ് ഏറ്റവും അടിപൊളി. പിന്നെ ജസ്റ്റ് ഒന്ന് ഇത് ബ്ലൂഫിൻ. ഇതൊന്നും ഇങ്ങോട്ട് 2-3 മണിയല്ലേ കൊണ്ട് അച്ഛൻ നിനക്ക് വേണം അച്ചാറിടാൻ വേണോ? നല്ല മണമായിരിക്കട്ടെ. പക്ഷേ നിനക്ക് ഓർക്കണ്ട, ഇതിന് ആ ഓയിൽ മണം ഉണ്ട്, കുത്തുമണം. നീ അച്ചാറിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇല്ല, നമ്മളിട്ടിട്ടില്ലേ ബ്ലൂഫിൻ? അത് ബ്ലൂഫിനല്ലായിരുന്നു, നമ്മൾ തവണ ആൽബക്കോററ്റ്. ബ്ലൂഫിൻ ഐ ഡോണ്ട് റെക്കമെൻഡ് ആക്ച്വലി. ഇതൊക്കെ ഇനി നാളെ ഈ ഭാഗം കൂടി നല്ല ചുവന്ന നിറാവും. ഓക്സിജനായിട്ട് ആദ്യം കോണ്ടാക്റ്റ് ആവുന്ന ഭാഗം ചുമപ്പായിട്ട് വരും. അതുകൊണ്ടാണ് ഓക്സിജനായിട്ട് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഭാഗം ഈ ഭാഗം ചുവന്നിരിക്കണം. ഇത് കഴിഞ്ഞാൽ ഇത് കറക്കാൻ തുടങ്ങും. ഞാൻ കാര്യം പറഞ്ഞതിൻ്റെ സ്കിന്നൊന്നും ഞാൻ അധികം ഒന്നും ചെയ്യണില്ല കേട്ടാ. സോ യു ക്യാൻ സീ. കാരണം ഇത് നമ്മൾ ഇന്ന് പ്രോസസ്സ് ചെയ്യുക, ഇന്ന് ഉപയോഗിക്കുകയോ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ പിന്നെ വീണ്ടും ആ ഭാഗം ട്രിം ചെയ്ത് കളയേണ്ടി വരും. സോ വി ലൂസ് പ്ലെൻറ്റി. സോ ഞാനിത് ഇങ്ങനെ തന്നെ ഒരു പീസ് പൊതിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാൻ പോവാം. ഇതൊരു പീസല്ലേ, ഇതൊരു 2 കിലോ 2-2.25 കിലോ ഉണ്ടാവും കേട്ടോ. ഓ എന്താ കളറില്ലേ, ചുമപ്പ് എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ചുമപ്പ്. ഇതൊരിക്കലും ഗ്ലാഡ് റാപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും വെക്കരുത് കേട്ടോ. ഇത് പോസിബിൾ എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ കുറച്ച് എയർ ടച്ച് ആവണ പോലെ ഒരു പേപ്പറിലോ അങ്ങനെ എന്തിലെങ്കിലും ഒന്നിൽ പൊതിഞ്ഞ് വെച്ചോളാം. അച്ഛനോട്ടുണ്ടോ നീ ഉണ്ടല്ലോ? എനിക്ക് വലിയ താല്പര്യമില്ല ഇതിന്. ആ ഒരു ഓയിൽ മണം ഉണ്ടാവും, ഭയങ്കര നെയ്യുള്ളൊരു മീനാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യിൻ്റെ ഒരു കനച്ച മണം ഇതിന് എപ്പോഴും ഉണ്ടാവും. ഐ ഡോണ്ട് പ്രിഫറബിളി റെക്കമെൻഡ് ടു ഡു ദിസ്. സാൽമണൊക്കെ അച്ചാറിൻ്റെ പോലെ ഇരിക്കും. അയ്യോ, ഇഫ് യു ലൈക്ക് ഇറ്റ് ഓക്കെ, ബട്ട് ഐ വുഡൻറ്റ് റെക്കമെൻഡ്. ഇതാണ് അതിൻ്റെ കുറച്ചുകൂടി നെയ്യുള്ള പോർഷൻ കേട്ടോ. ഇത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് ദ എക്സ്പെൻസീവ് പോർഷൻസാണ് ഈ നെയ്യ് വരുന്ന ഈ വയറിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പോയിട്ട് പിള്ളേർക്ക് സർപ്രൈസ് കൊടുത്തിട്ട് വരാം. വാട്ട് ഈസ് ദിസ്? എന്താ ചെയ്തി? അവള് അങ്ങോട്ട് തിരിച്ചു പോകാനൊക്കെ അറിയണം, അമ്മേടെ അടുത്തേക്ക് വരുന്നില്ല. അമ്മയ്ക്ക് ഫീല് അവര് കിണ്ടിയിലേക്ക് തിരിച്ചു പോണ്. അത്രക്ക് ഇഷ്ട കിണ്ടി അല്ലേ അമ്മ? അമ്മ ചെവി വെക്കാനില്ല, ഞാനൊന്നും അറിയണില്ല. പിണങ്ങിന്ന് തോന്നുന്നു. ഇരുന്നേ നോക്കട്ടെ പിണങ്ങിയത്. നോക്ക് ഏറാ, ഞാൻ നോക്കൂലേ ഏറാ ഏറാ. കുട്ടിക്ക് അമ്മനെ കണ്ടപ്പോ സന്തോഷായ? ട്രെയിൻ നീ പൊക്ക, നീ പൊക്ക.
ട്രെയിനിന്റെ മുകളിൽ ഒരു സാധനം ഇല്ലല്ലോ കൊണ്ട് കട്ടപ്പെട്ടി പോലത്തെ സാധനം വെച്ചിട്ടാണല്ലോ പോണേ. പെട്ടിയും കൊണ്ട് വരും. അമ്മയും പിള്ളേരും അങ്ങനെ അവസാനം യുണൈറ്റഡ് ആയി അല്ലേ? യുണൈറ്റഡ് എമിറേറ്റ്സ് ഓഫ് ദി അറബ്സ്. ആ സീറ്റിൽ ഇരുന്നിട്ടേ ഇല്ലേന്ന്. ഇല്ല, നീ പോയ പിന്നെ ഞാൻ ആ സീറ്റ് ഉപയോഗിച്ചിട്ട് വെറുതെ മെനക്കെടാക്കിയിട്ടില്ല. മര്യാദയ്ക്ക് ആ പിള്ളേരെ സീറ്റിലിരുത്തിയിട്ട് പഠിപ്പിച്ചാണ്. അതെന്താ, അല്ലെങ്കിൽ ആ സീറ്റ് കഴുകണ സീറ്റിന്റെ താഴെ കഴുകണ ഒരു 1000 സ്ഥലം. ഇപ്പൊ ഞാൻ അത്ര സിംപ്ലിഫൈ ചെയ്തു. അവിടെ എല്ലാം ആവൂലേ? ആ കിച്ചൺ അല്ലെങ്കിലും തുടക്കലും ഇതൊക്കെ വേണം. ഗോവേ ആയ് നു ഗോ. ഞങ്ങളുടെ എച്ചമ്പ് സ്വന്തമായിട്ടൊരു പാട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടാ, ഞാൻ കേൾപ്പിച്ചു തരാൻ വേണമെങ്കിൽ. അവൾ സ്വന്തമായിട്ട് പാടണം. നമ്മൾ പാടി കൊടുത്താൽ പാടില്ല. ഇന്നസെന്റ് പറഞ്ഞ പോലെ ആകെ 2 പാട്ടേക്ക് അറിയുള്ളൂ എന്ന്. അതിലൊരു പാട്ട് ഞാൻ മറന്നുപോയി, 2ാമത്തെ പാട്ട് തല്ലി കൊന്നാലും പാടില്ല, അതുപോലെയാ. പക്ഷെ ഇപ്പൊ തന്നെ പാടിയുള്ളോ? ഞാനേ ഗോവേ ദോവേ ഗോ എന്നാണ് പാട്ട്. 3 വേർഡ് ഒരുമിച്ച് അങ്ങനെ പറയാ. പാടിയറാ എസ്മേ, പാട്ട് പാടിയേ. ഞാനേ ഗോമേ ദമ്മേ ഗോ. നിൽക്കാനും പറ്റണില്ല അതിനെ ആടിയിട്ട് ചോട്ടാ മുംബൈയിലെ പാൻറ്റും. ഗുഡ് ഗേൾ പൊന്നോ. കറക്റ്റ് ചോട്ടാ മുംബൈയിലെ മോഹൻലാൽ. ആ വയലറ്റ് കളർ ബെൽബോട്ടും പാൻറ്റും കണ്ടാ പാടി പാടി. ഗോവേ ദുന്നെ ദുമ്മേ ഗോ. അങ്ങനെ അവസാനം കുട്ടികളുടെ അമ്മ എത്തി, അമ്മയുടെ കുട്ടികളും എത്തി, പാത്രം എത്തി. സ്പെഷ്യൽ ഫുഡാണ് ഇന്ന് വീണ്ടും. അഗെയിൻ എഗ്. ഈസി. എല്ലാ ദിവസവും മുട്ടയായിരുന്നോ? പ്രതിമച്ച് ഞങ്ങൾ മുട്ടല്ലേ ജീവിച്ചേ. ഞാൻ മുട്ട കഴിച്ചു. സൂഫ്ല കഴിച്ചാ? എപ്പോ? അവിടുന്ന് 2 കഴിച്ചു. ഈസി ഗോ ടു മീൽ അല്ലേ സൂഫ്ല? എന്ത് സൂഫ്ല? ജസ്റ്റ് ലിറ്റിൽ വൺ. ടിരാമിസു സൂഫ്ലയും കഴിച്ചു, പിന്നെ ക്രിംബ്രൂലെ സൂഫ്ല. ശരി, ഞാൻ വിചാരിച്ചു നീ ജസ്റ്റ് എഗ് സൂഫ്ല പറയണേന്ന്. പിള്ളേർക്ക് സന്തോഷമായിട്ടോ. എത്ര നേരം അമ്മേനെ അറിയാത്ത പോലെ നിന്നായിരുന്നേ. ഫുഡ് എത്തിയപ്പോ എല്ലാവരും ഒറ്റടിക്ക് അവിടുന്ന് മൈൻഡ് ആക്കാതെ ഇരുന്നു. ഫ്രൈഡേ പാർട്ടി. ഓക്കെ ഫ്രൈഡേ യു ഗൈസ് ഓക്കെ. മാമന്റെ കള്ളിന്റെ ഷെൽഫിന്റെ അകത്ത് സെന്ററിൽ ബൂംബാങ്ങർ അമ്മ ഇരിക്കണേ. എങ്ങനെയുണ്ട്? കണ്ട വെരി നൈസ്. മാമ താങ്ക് യു മാമ. ഇടയ്ക്ക് ഓരോ ഷോർട്സും വീഡിയോസ് ഒക്കെ ഇടും മാമ. എന്താ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യറോ? എന്താ പറഞ്ഞേ? നിനക്ക് എന്താണ് അഡിക്ഷൻ ആണെന്ന്. കള്ള നീ ഒരു സിപ്പ് കുടിച്ചിട്ട് നീ ഇത്രയും പറയേണ്ട കാര്യം തന്നെ. നിന്റെ കൂട്ടുകാരനൊരു കള്ളറൊക്കെയാണ്. നീ ഇഷ്ടം പോലെ പറയടാ അങ്ങോട്ട്. നീ പറ. അങ്ങനെ പറയണ്ട. നീ വീണ്ടും കള്ളു കുടിച്ചിട്ട് എന്നെ പറയണം. അത്രയും നീ ഒരു പോസ്റ്റ് ഇടറാ. നമ്മള് മാമി ഇട്ട് ഇനി വാ തുറന്നാ അപ്പിടിപ്പിക്കും ഞാൻ. ആരെണ്ണ വാ തുറക്കുന്നത്? മാമത്തെ ഉണ്ണിമണിയാ? നാട്ടിലെ കോഴിക്കോട്ടെയാണോ? സംതിങ് ഡംപ്ലിങ്ങിന് ഒരു ഫ്രീ കൊടുക്കാം. മാമന് ഭയങ്കര ഇഷ്ടമാണ് സംതിങ് ഡംപ്ലിങ്. മാമന്റെ ഉടായ്പ നോക്കട്ടാ. ഇത് കഴിച്ചിട്ട് കാണിച്ചു തരാം. നേരെ ചോദിച്ചു തീയൊക്കെ മേടിച്ചിട്ടൂടെ വീട്ടില്? ലൈറ്റ് വെച്ചിട്ട് തീ ഉണ്ടാക്കിയിരിക്കും മാമൻ. മാമന്റെ തീ കാണിച്ചു തരാം. ഉടായ്പ ഇത് കണ്ട ചുമ്മാ ഒരു TV. ഇന്നലെ നമ്മൾ ബൈ പറഞ്ഞല്ലോ കൊണ്ട് നേരത്തെ എഴുന്നേറ്റു. നല്ല സണ്ണി ഔട്ട്സൈഡ്. ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇന്ന് ബൈ പറയാം. നല്ല ഇവര് അരുമമ്മരെ വീട്ടിൽ പോയിട്ട് നേരെ ചൊവ്വയാക്കിയില്ല. ഭയങ്കര കരച്ചില്ല അച്ചുമുട്ടൻ, ഉറങ്ങാൻ പറ്റാണ്ട. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു പോന്നു. Let's say bye. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ ബുപ്പാ. എസ്മ അവിടെ തിരിച്ചിട്ടുണ്ടെന്ന് നല്ല രസമുണ്ട്. 2 മഞ്ഞ കോഴി കുഞ്ഞുങ്ങൾ എന്നെ പണ്ട് ചെറുപ്പത്തില് ഇതാക്കൂലേ.